അലക്സാണ്ടറിൻ്റെ പിതാവായിരിക്കുന്ന ഫിലിപ്പാണ് അരിസ്റ്റോട്ടലിനെ തൻ്റെ കൊട്ടാരത്തിൽ നിയമിച്ച് അലക്സാണ്ടറെ പഠിപ്പിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തിയത്. വിവിധ വിഷയങ്ങളെപ്പറ്റി അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറിനെ പഠിപ്പിക്കുകയുണ്ടായി. ബയോളജിയും സയൻസും ആർട്സും ഒക്കെ താൻ അലക്സാണ്ടറെ പഠിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ താൻ ഇപ്രകാരം പറഞ്ഞു: ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം, അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ നോട്ടം എന്ന് പറയപ്പെടുന്നത് വിജയിക്കുക എന്നുള്ളതായിരിക്കണം. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളും വെട്ടിപ്പിടിക്കുവാനായിട്ട് വിജയശ്രീലാളിതനായിട്ട് മുന്നേറിയ വ്യക്തിയായിരുന്നു മഹാനായ അലക്സാണ്ടർ. എന്നാൽ തൻ്റെ യൗവന പ്രായത്തിൽ അസുഖം ബാധിച്ച് മരണത്തോട് ഏർപ്പെടുന്ന ആ പ്രത്യേക ഘട്ടങ്ങളിൽ താൻ തൻ്റെ പരിചാരകരോടും സമൂഹത്തോടും പറഞ്ഞു എന്ന കഥകൾ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. താൻ അതിൽ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു എന്ന് ചില പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നു. അതിലൊന്നാമതായിട്ട് താൻ പറഞ്ഞത്: ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മരണത്തിൻ്റെ അന്ന് തന്നെ എന്നെ ചികിത്സിച്ച വൈദ്യനെയും ശവമടക്കിയിരിക്കണം. രണ്ടാമതായിട്ട് താൻ പറഞ്ഞ മറ്റൊരു കാര്യം: ഞാൻ പലതും നേടി, അതുകൊണ്ട് ഈ നേടിയ സ്വർണങ്ങളെല്ലാം എന്നെ അടക്കുവാൻ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ വഴി നീളെ വിതറേണ്ടതാണ്. മൂന്നാമതായിട്ട് മഹാനായിരിക്കുന്ന അലക്സാണ്ടർ പറയുകയുണ്ടായി: ഞാൻ പലതും നേടുവാനായിട്ട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് ഒന്നും നേടുവാനായിട്ട് സാധിച്ചില്ല എന്ന് സമൂഹത്തോട് അറിയിക്കുവാനായിട്ട് എൻ്റെ ശവപ്പെട്ടിക്ക് പുറത്തേക്ക് എൻ്റെ 2 കരങ്ങളും തുറന്നിട്ടിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ. ഗമാലിയേലിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം പഠിക്കുകയും അപ്പോൾ തന്നെ അരിസ്റ്റോട്ടലിൻ്റെയും പ്ലേറ്റോയുടെയും ഒക്കെ സിദ്ധാന്തങ്ങൾ നന്നായി പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പൗലോസ് താന് അലക്സാണ്ടറുടെ പിതാവായിരിക്കുന്ന ഫിലിപ്പ് നിർമ്മിച്ച ഫിലിപ്പിയ സമൂഹത്തിലുണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവരോട് കാരാഗ്രഹത്തിൻ്റെ തടവറയ്ക്കുള്ളിൽ കിടക്കുന്ന സന്ദർഭത്തിലും ക്രിസ്തു ദർശനം പ്രാപിച്ചിരുന്ന, ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന പൗലോസ്ലീഹ ഫിലിപ്പിയയിലുള്ള ദൈവജനത്തോട് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോടുള്ള സന്ദർഭങ്ങളിൽ 4-ാം അധ്യായത്തിൻ്റെ 6, 7 എന്നീ വേദവാക്യങ്ങളിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് ആ വേദവചനം വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6, 7 എന്നീ വേദവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. Do not be anxious about anything, but everything by prayer and supplication with thanksgiving. Let your request be made known to God. And the peace of God, which surpasses all understanding, will guard your hearts and your minds in Christ Jesus. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഫിലിപ്പിയയിലുള്ള ദൈവജനത്തോട്, സഭയിലുള്ള പ്രിയപ്പെട്ടവരോട് ജീവിതത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട സാഹചര്യങ്ങളിലും ദുരിതപൂർണമായിരിക്കുന്ന പ്രത്യേക പ്രതിസന്ധിയുടെ മധ്യത്തിലും താൻ അവരോട് പങ്കുവെച്ച വലിയൊരു സന്ദേശമാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം. Apostle Paul had gone through the different types of suffering in his life. ജീവിതത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന കഷ്ടതകളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. So he had gone through different types of suffering. വ്യത്യസ്ത തലങ്ങളിൽ ഉണ്ടായിരുന്ന കഷ്ടതകൾ താൻ അഭിമുഖീകരിക്കുകയുണ്ടായി. താൻ കടന്നുപോയ കഷ്ടതകളിൽ ചിലതൊക്കെ അൺജസ്റ്റ് സഫറിംഗ് ആയിരുന്നു. അനീതിപൂർവമായിട്ടുള്ള ചില കഷ്ടതകളിൽ കൂടെ താൻ കടന്നു പോകുകയുണ്ടായി. അന്നത്തെ നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ അനീതിപരമായിരിക്കുന്ന ഇടപെടലുകൾ മുഖാന്തരം ജീവിതത്തിൽ നീതിപൂർവമല്ലാത്ത കഷ്ടപ്പാടുകളിൽ കൂടെ പല സന്ദർഭങ്ങളിൽ കടന്നു പോവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്ത വ്യക്തിയായിരുന്നു പൗലോസ്. ശ്രദ്ധിക്കുക, ഇന്നത്തെ കാലഘട്ടത്തിലും
ദർ ആർ ലോട്ട് ഓഫ് അൺജസ്റ്റ് സഫറിങ്. അനേക പ്രിയപ്പെട്ടവർ നീതിപൂർവമല്ലാത്ത അനേക കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ എത്രയെത്രയോ പാവപ്പെട്ടവർ, അതുപോലെ തന്നെ എത്രയെത്രയോ നിഷ്കളങ്കരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ കഷ്ടപ്പെടുന്നു. അവർ ചെയ്യാത്ത പല കാര്യങ്ങൾക്കും അവർ അൺജസ്റ്റ് സഫറിങ്ങിൽ കൂടെ കടന്നു പോവുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ അത് വളരെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. കാസ്റ്റിൻ്റെ പേരിൽ, കളറിൻ്റെ പേരിൽ, ക്ലാസിൻ്റെ പേരിൽ ഒക്കെ അനീതിപൂർവമായിരിക്കുന്ന അനേക കഷ്ടതകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. നമുക്കറിയാം, വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഹെരോദാ രാജാവ് തൻ്റെ ഭരണതലം നിലനിർത്തുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് ബലി കഴിപ്പിച്ച ചരിത്രം നമുക്ക് പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അൺജസ്റ്റ് സഫറിംഗ് ആണ് ഇത്. വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്, ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ അബോർഷന്റെ പേരിൽ ലോകത്തിൽ ഒരു ദിവസം ഒരു വർഷം ഏകദേശം 500,000 വരുന്ന ആളുകൾ, കുഞ്ഞുങ്ങൾ നീതിപൂർവമല്ലാത്ത രീതിയിൽ അബോർഷനിലേക്ക് നയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ എത്രയോ പ്രിയപ്പെട്ടവർ ഇന്ന് ഈ പ്രഭാഷണം നടക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ തന്നെ ഇന്നത്തെ ദിവസം ഏകദേശം 10,000-ൽ പരം ആളുകൾ ഭക്ഷണത്തിന്റെ ദാരിദ്ര്യ മുഖാന്തരം മരണമടഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ 9 മില്യണോളം വരുന്ന ആളുകൾ ഭക്ഷണ ദാരിദ്ര്യ മുഖാന്തരം മരണപ്പെടുകയാണ്. കോവിഡിനെക്കാട്ടിലും എയ്ഡ്സിനെക്കാട്ടിലും ആളുകൾ അങ്ങനെ മരിക്കുന്നുണ്ട്. അനീതിപരമായിരിക്കുന്ന അൺജസ്റ്റ് സഫറിംഗ് ആണ് അതൊക്കെ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ചിലതൊക്കെ വോളണ്ടറി ആയിട്ട് നമ്മൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. ചില പ്രിയപ്പെട്ടവര് കഷ്ടതയാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അത് ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പൗലോസൊക്കെ കഷ്ടത ഒരു വരമായിട്ട് കണ്ടെത്തിയ പ്രിയപ്പെട്ടവരായിരുന്നു. വോളണ്ടറി സഫറിംഗ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അത് ചിലപ്പോൾ നന്മയാകാം, തിന്മയാകാം. ചില പ്രിയപ്പെട്ടവരൊക്കെ മദ്യപാനവും മയക്കുമരുന്നും ദുശീലങ്ങളും ഒക്കെ അത് തെറ്റാണെന്നും തിന്മയാണെന്നും മനസ്സിലാക്കിയിട്ടും അത് ചെയ്താൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നാൽ ചില പ്രിയപ്പെട്ടവർ വിശ്വാസത്തിന് വേണ്ടി വോളണ്ടറി ആയിട്ട്, രക്തസാക്ഷികളൊക്കെ അങ്ങനെ വോളണ്ടറി സഫറിംഗ് ഏറ്റെടുത്ത പ്രിയപ്പെട്ടവരാണ്. ചില വിശ്വാസപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ കഷ്ടത ഭരിക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ട്. കാൽവറി ക്രൂശിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2 കള്ളന്മാർ. അവർ വോളണ്ടറി സഫറിംഗ് ആണ്. തിന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാമെന്നുള്ള രീതിയിൽ അവർ തിന്മയായ വഴിത്താരകളിൽ കൂടെ സഞ്ചരിച്ചതിന്റെ പരിണിത ഫലമാണ് അവർ കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെടേണ്ടതായിട്ട് വന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശ് സ്വയമായിട്ട് വോളണ്ടറി താൻ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു നന്മയ്ക്ക് വേണ്ടി മരിക്കുവാനായിട്ട് തയ്യാറാകുകയാണ്. അപ്പം വ്യത്യസ്ത തലങ്ങളിലുള്ള സഫറിങ്ങുകളുണ്ട്. ചിലപ്പോൾ ആക്സിഡന്റൽ സഫറിങ്ങുകൾ ഉണ്ടാകാം. ആക്സിഡന്റൽ സഫറിംഗ് എന്ന് പറയപ്പെടുന്നത് ആകസ്മികമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങൾ, കഷ്ടതകൾ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ മനുഷ്യനുണ്ടാകാം. പൗലോസിന് അപ്രകാരം ഉണ്ടായിട്ടുണ്ട്. ഷിപ്രക്കൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. കപ്പൽ ഛേദം ഉണ്ടായി, പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആക്സിഡന്റൽ സഫറിങ്സുകൾ ഉണ്ട്. പ്രകൃതിക്ഷോഭം മുഖാന്തരം എത്രയോ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു. ഉരുൾപൊട്ടൽ മുഖാന്തരം, അതുപോലെ തന്നെ പ്ലെയിൻ ക്രാഷ് മുഖാന്തരം അവരെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടെ യാത്ര ചെയ്തും ജീവിച്ചും പോരുന്ന പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ ആക്സിഡന്റൽ സഫറിംഗ് ഉണ്ടായി. അതുപോലെ തന്നെ ദൈവികമായിരിക്കുന്ന ചില കഷ്ടതകളുണ്ട്. യോബിന്റെ ഒക്കെ ജീവിതത്തിൽ നീതിപൂർവമായിട്ട് ജീവിച്ചിട്ടും കഷ്ടതകളിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു. അത് ദൈവത്തിന് വേണ്ടിയുള്ള ദൈവികമായിരിക്കുന്ന കഷ്ടതകളാണ്. ഇപ്പൊ പലവിധമായിരിക്കുന്ന കഷ്ടതകൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരികയില്ല. സോ വി ഡോണ്ട് ഹാവ് എ കറക്റ്റ് ആൻസർ ഫോർ ഓൾ ദ സഫറിങ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടതകൾക്കും അത് ചിലപ്പോൾ വോളണ്ടറി സഫറിംഗ് ആയിരിക്കാം, അൺജസ്റ്റ് സഫറിംഗ് ആയിരിക്കാം, ആക്സിഡന്റൽ സഫറിംഗ് ആയിരിക്കാം, ഗോഡ്ലി സഫറിംഗ് ആയിരിക്കാം. നമുക്ക് പല വിഷയങ്ങൾക്കും നമുക്ക് ഫിലോസഫിക്കലായിട്ട്, തിയോളജിക്കലായിട്ട് വി ഡോണ്ട് ഹാവ് എനി സ്പെഷ്യൽ ആൻസർ ഫോർ അവർ സഫറിംഗ്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക, അന്നത്തെ തടവറകൾ എന്ന് പറയപ്പെടുന്നത് ഇരുട്ട് നിറഞ്ഞതാണ്. ഭയങ്കരമായിരിക്കുന്ന പ്രതിസന്ധിയാണ് തടവറകളിൽ താമസിക്കുക എന്ന് പറയുന്നത്. വെളിച്ചമില്ല, ഇരുട്ട് നിറഞ്ഞതാണ്, നല്ല ഹൈജീനിക് ഫെസിലിറ്റികളില്ല. അതുപോലെ തന്നെ പല തടവുകാരും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. ഒരു മുറിയിൽ തന്നെ, ഒരു സെല്ലിൽ തന്നെ അനേക പ്രിയപ്പെട്ടവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്.
അപ്പോൾ ഇരുട്ട് നിറഞ്ഞ, വെളിച്ചമില്ലാത്ത, വിൻഡോ ഫെസിലിറ്റികളില്ലാത്ത, നല്ല ഹൈജീനിക് ഫെസിലിറ്റികളില്ലാത്ത, അതുപോലെ തന്നെ അനേക ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ താൻ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലമൊന്നുമല്ല, താൻ ദൈവജനത്തോട്, സമൂഹത്തോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പക്ഷെ എന്ത് ചെയ്യണം? പ്രേ ഇൻ എവരിത്തിങ്. പ്രേ ഇൻ എവരിത്തിങ്. എല്ലാറ്റിനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കമ്പ്യൂട്ടർ ടെക്കുകൾ അവരൊരു പ്രത്യേക കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാൻ വി അൺഇൻസ്റ്റാൾ ദിസ് 2020 ബിക്കോസ് ദിസ് വേർഷൻ ഹാസ് വൈറസ്. ഈ കഷ്ടപ്പാടുകൾ മുഖാന്തരം, കോവിഡ് മുഖാന്തരം, അല്ലെങ്കിൽ പലവിധമായിരിക്കുന്ന മേഖലകളിൽ ഉണ്ടായിരുന്ന തടസ്സം മുഖാന്തരം കമ്പ്യൂട്ടർ ടെക്നോളജിസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കോഡ്സാണ്. Can we uninstall this 2020? This version has virus. ശ്രദ്ധിക്കുക, അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിന്റെ ദുരന്തപൂർണമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നുപോയപ്പോൾ, പ്രതിസന്ധികളുടെ വലിയ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ താൻ പറയുകയാണ്, പ്രേ ഇൻ എവരിത്തിങ്, പ്രേ ഇൻ എവറി സിറ്റുവേഷൻസ്. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് വരുവാനായിട്ടുള്ള ഒരു ആഹ്വാനം കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ സമൂഹത്തോടെ ഓർപ്പിക്കുകയാണ്. സോ ദ പ്രേയർ ക്യാൻ ഇൻസ്റ്റാൾ ന്യൂ വേർഷൻ ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന മുഖാന്തരം പുതിയ വേർഷനുകളൊക്കെ, പുതിയതൊക്കെ സൃഷ്ടിക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് തീർച്ചയായിട്ടും സാധ്യമാകും എന്ന് പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ പറയുകയാണ്. സോ ദിസ് ഈസ് ദ only things does not need any connection or any Wi-Fi or any data or any app. പ്രേയർ എന്ന് പറയപ്പെടുന്ന ഒരൊറ്റ കണക്ഷൻ മാത്രമേ ലോകത്തിൽ വൈഫൈ ഇല്ലാതെ, ആപ്പുകളില്ലാതെ, ഡാറ്റ ഇല്ലാതെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം, അത് പ്രാർത്ഥനയാണ്. പൗലോസ് ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ കൂടെയും അനേക സിദ്ധാന്തങ്ങൾ പഠിച്ചിരുന്ന, ഫിലോസഫിക്കലായിട്ടും തിയോളജിക്കലായിട്ടും ഒക്കെ പഠിച്ചിരുന്ന ദൈവഭൃത്യനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ടെൽ whatever you need in your life. ദൈവത്തോട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, പലവിധമായിരിക്കുന്ന കഷ്ടതകളിൽ കൂടെ ആയിരിക്കാൻ നിങ്ങൾ കടന്നുപോലെ. Sometimes you may go through the unjust suffering. Sometimes you may go through the accidental suffering in your life. Sometimes you may go through the voluntary suffering. But tell everything God in prayer. എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ സമർപ്പിക്കാൻ തയ്യാറായാൽ, ബൈബിൾ പറയുന്നു, prayer can change everything. പ്രാർത്ഥനയ്ക്ക് എല്ലാത്തിനെയും മാറ്റിമറിക്കാനായിട്ട് കഴിയും. ഈ 4-ാം അധ്യായം നമ്മൾ പഠിക്കുന്ന സാഹചര്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എല്ലാവരോടും പറയുകയാണ്, എല്ലാറ്റിലും പ്രാർത്ഥനയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടിയത്. ഈ പാൻഡമിക്കിന്റെ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുമോ? പലരും ഇപ്പോഴും വളരെ ചോദ്യചിഹ്നങ്ങളുമായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇതുവരെയും കോവിഡ് നമ്മളെ വിട്ടുപോയിട്ടില്ല, എന്തൊക്കെ ആയിത്തീരും എന്നുള്ള വലിയ ഭാരത്തിലും ഭയത്തിലുമാണ്. സാഹചര്യങ്ങൾ വളരെയധികം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൗലോസ് പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവസമൂഹത്തെ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാറ്റിലും, പലതും അൺജസ്റ്റ് ആണ്, പലതും ആക്സിഡന്റലായിട്ട് സംഭവിക്കുന്നതാണ്, പക്ഷെ എല്ലാറ്റിലും പ്രാർത്ഥനയാൽ സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, 4-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. 3 P ആണ് പ്രാർത്ഥനയോടുള്ള. പ്രേയർ ഇൻ പാൻഡമിക് യു ക്യാൻ എക്സ്പീരിയൻസ് 3 things ഇൻ യുവർ ലൈഫ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് കഴിയും. പൗലോസ് ഓർപ്പിക്കുന്നു, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഈ വേദവചനങ്ങൾ ഇവിടെ പറയുകയാണ്. 13-ാം വാക്യം, എന്നെ ശക്തൻ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം ഹൂ സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിലും prayer can give some power in your life. ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. മോശയും ലക്ഷക്കണക്കിന് ആളുകളും
സമുദ്രത്തിന്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. ഭയപ്പെട്ട് ഭാരപ്പെട്ട് ഈ പ്രതിസന്ധിയെ എങ്ങനെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയുമെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ അവിടെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മഹാശക്തിയുള്ള ഒരു കാറ്റ് ആ സമുദ്രത്തിന്റെ മേൽ അടിച്ചിട്ട് the sea was divided into two. ആ മഹാസമുദ്രം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാണ്. പ്രാർത്ഥനയാൽ, എല്ലാറ്റിനും പ്രാർത്ഥനയാൽ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുവാനായിട്ട് തയ്യാറാകുകയാണെങ്കിൽ പ്രാർത്ഥന പലതിനും ശക്തി പകർന്ന് മാറ്റങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയുന്നതാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആയിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So prayer gives power. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പറയുകയാണ്, പ്രാർത്ഥിച്ചാട്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകും. ഈ ദിവസങ്ങളിൽ അപ്രകാരം ചിന്തിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് ദൈവം ശക്തീകരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ട്. പൗലോസ് വീണ്ടും പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണെങ്കിൽ prayer gives some of the provisions in your life. The second P is provision. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. My God will supply every need of yours according to his riches in glory in Christ Jesus. So prayer gives provision in your life. കാരാഗ്രഹത്തിന്റെ ഇരുട്ടറയിൽ കിടക്കുമ്പോഴും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് കിടക്കുമ്പോഴും ഫിലിപ്പിയിലുള്ള ദൈവിക സമൂഹത്തോട് താൻ പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുവിൽ തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനാഗമനങ്ങൾ എങ്ങനെയായി തീരുമെന്ന് ഭാരപ്പെട്ടും ഭയപ്പെട്ടും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പൗലോസിന്റെ ഭാഷാപ്രയോഗത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ബുദ്ധിമുട്ടുകളെ നീക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യണം. ആഹാബിന്റെ ഭരണകൂടത്തിന്റെ അനീതിപരമായിരിക്കുന്ന ഇടപെടലുകൾ മുഖാന്തരം ഭാരപ്പെട്ടും ഭയപ്പെട്ടും ഏലിയാവ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ മുട്ടിനിടയിൽ തലയും വെച്ചുകൊണ്ട് ജീവിതം നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും മാറ്റപ്പെട്ട് ഇനിയും ആത്മഹത്യ മാത്രമാണെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലും പ്രാർത്ഥന മുഖാന്തരം ദൈവികമായിരിക്കുന്ന പ്രൊവിഷൻ തന്റെ മേൽ ഉണ്ടായിട്ട് തന്നെ വീണ്ടും ദൈവം ശക്തീകരിച്ച് പുതിയ പന്താവിലേക്കും പുതിയ അനുഭവത്തിലേക്കും സർവശക്തനായ ദൈവം അയച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന, എല്ലാറ്റിലും പ്രാർത്ഥനയാ സ്തോത്രത്താലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ തീർത്തു തരുവാൻ ശക്തനായ ദൈവമാ. എത്ര പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു. പല മേഖലകളിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് വളരെയധികം ഭാരമാണ്. ഒരു കണക്കിന് നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് ഈ ദിവസങ്ങളിൽ കാണാൻ ശ്രമിക്കണം. കൊറോണ ഒഴിച്ച്, കോവിഡ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. കോവിഡ് പോസിറ്റീവായിട്ട് കാണാതെ ബാക്കിയെല്ലാം ലൈഫിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണല്ലോ, എല്ലാം പോസിറ്റീവായിട്ട് കാണണം. കോവിഡിനെ അങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടാൽ വലിയ പ്രശ്നമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടെ പലതിനെയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ സോ ഗോഡ് ക്യാൻ ഇൻസ്റ്റാൾ ന്യൂ വേർഷൻ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൻ്റെ വിവിധ പുതിയ അധ്യായങ്ങളെ ഇൻസ്റ്റാൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഒത്തിരി ദുരന്തങ്ങളും ദുർഘടങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നാഗസാക്കിയിലൊക്കെ ബോംബാക്രമണത്തോടുള്ള ബന്ധത്തിൽ ആയിരങ്ങളാണ് മരിച്ചുപോയത്. അത് വലിയ ദുരന്തമായിരുന്നു. പക്ഷേ അത് മുഖാന്തരമാണ് പിന്നീട് ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടായത്. ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള മൂവ്മെന്റ് ഉണ്ടായത് അതിനുശേഷമാണ്. നമുക്കറിയത്തില്ല ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അധ്യായം എപ്രകാരമാണ് ദൈവം അടുത്ത ചാപ്റ്റർ തുറക്കുന്നതെന്ന്. ഇപ്പോൾ തന്നെ നമ്മുടെ പ്രകൃതിയിൽ തന്നെ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ ഹൈജീനിക്, ഈ കാര്യങ്ങളിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക് എഡ്യൂക്കേഷനുകൾ, അതുപോലെ തന്നെ ബിസിനസ് മേഖലകളിലൊക്കെ മാറ്റങ്ങൾ. അതുകൊണ്ട് പുതിയതായിട്ട് ചിന്തിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ കഴിയണം. അങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ട് ഈ ദിവസങ്ങളിൽ കാര്യങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ, എൻ്റെ ദൈവം, നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണും, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 106 വയസ്സുള്ള ഒരു അമ്മച്ചി സ്പെയിനിൽ താമസിക്കുന്നതാണ്. അമ്മച്ചിയുടെ പേരിങ്ങനെയാണ്, ഹന്നാ ഡെൽ വാലെ എന്നാണ് ആ മാതാവിൻ്റെ പേര്. 106 വയസ്സുണ്ട് ആ മാതാവിന്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവർക്ക് കോവിഡ് ബാധിച്ചു. 65 കഴിഞ്ഞിട്ട്, അങ്ങനെയുള്ള 60 കഴിഞ്ഞ പ്രിയപ്പെട്ടവരാരും മറ്റുള്ളവരുടെ ഇടയിൽ പോകരുതെന്നൊക്കെയുള്ളൊരു നിയമമുണ്ട്. അതനുസരിക്കുക തന്നെ നമ്മൾ വേണം. അത് നിയന്ത്രണങ്ങളെല്ലാം നമ്മൾ അനുസരിച്ച് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ അമ്മച്ചി 106 വയസ്സുണ്ടായിരുന്നു. ഈ അമ്മച്ചിക്ക്
കോവിഡ് ബാധിച്ചാണ്. 1918 സ്വൈൻ ഫ്ലൂ ഉണ്ടായ സന്ദർഭത്തിലും ഈ അമ്മച്ചിക്ക് അത് ബാധിച്ചു എന്നാണ് അമ്മച്ചി ചരിത്രത്തിൽ പറയുന്നത്. ഈ ഇടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടാണ്. അപ്പം 1918 സ്വൈൻ ഫ്ലൂ ബാധിച്ച അമ്മച്ചി വീണ്ടും ദീർഘവർഷങ്ങൾ ഇരുന്ന് ഇപ്പോൾ 106 കോവിഡ് ബാധിച്ചിട്ടും ജീവിച്ചിരിക്കുകയാണ്. പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് കഴിയുകയാണെങ്കിൽ ശക്തനാകുന്നവൻ മുഖാന്തരം സകലത്തെയും ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരുവാനും വീണ്ടും പുതിയ അധ്യായങ്ങളെ തുറക്കുവാനും സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം എവിടെയായിരുന്നാലും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാറ്റിലും പ്രാർത്ഥനയാൽ. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുകയാണ്, prayer gives peace. Then you will experience the peace of God which surpasses all understanding. ഈ കാരാഗ്രഹത്തിൽ, തടവറയിൽ അല്ലെങ്കിൽ ക്വാറന്റീനിൽ കഴിയപ്പെടുന്ന പൗലോസ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിയാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. പലതിനും അർത്ഥതലങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയത്തില്ല, പലതിൻ്റെയും ഒന്നും ഉത്തരങ്ങൾ നമുക്കറിയത്തില്ല, എന്തായി തീരും എന്ന് നമുക്കറിയത്തില്ല. ബട്ട് ഗോഡ് ക്യാൻ ചേഞ്ച് യുവർ ക്രൈസിസ് ഇൻടു എ ഗ്രേറ്റ് പ്രോജക്റ്റ്. ദൈവത്തിന് നമ്മുടെ ക്രൈസിസുകളെ വലിയ പദ്ധതികളാക്കി തീർക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം എന്നോട് കൂടെ ഉണ്ടാകുമെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായ ദൈവമാണ്. പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രിയമുള്ളവരെ, വിചാരപ്പെടരുതേ എന്ന് പറയപ്പെടുമ്പോൾ ചിന്തിക്കരുതേ എന്നല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ചിന്തയില്ലാതെ ജീവിക്കണമെന്നല്ല. ചിന്തിക്കണം, പക്ഷേ ആകുലതകൾ നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല. എന്നാൽ എല്ലാറ്റിലും പ്രാർത്ഥനയോടുകൂടെ, എല്ലാറ്റിലും അപേക്ഷയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ അർപ്പിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം, സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന്, മനസ്സുകളിൽ പകർന്ന് നമ്മളെ വീണ്ടും നടത്തുവാൻ ദൈവം ശക്തനാ. വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഈ തിരുവചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നൽകി തരട്ടെ. Do not be anxious about anything. Pray in everything and tell to God what you need in your life. Then you will experience the peace of God which surpasses all understanding. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ നിനവുകളെ ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So Jesus will guard your hearts and your minds in. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും സൂക്ഷിക്കും. ആരാ സൂക്ഷിക്കുന്നത്? ക്രിസ്തുയേശുവാണ് എന്നെയും നിങ്ങളെയും സൂക്ഷിക്കുന്നത്. യേശുവിന്റെ രക്തം നിങ്ങളെ സൂക്ഷിക്കുവാനായിട്ട് കഴിയുന്നതാണ്. യേശുവിന്റെ രക്തം നിങ്ങളുടെ പ്രാണന് രക്ഷ നൽകുന്നതാണ്. യേശുവിന്റെ രക്തത്തിൽ മറയപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് അവൻ കോട്ടയായി, പരിചയായി, സഹായമായി, ശൈലമായി, ശരണമായി ഇന്ന് പകൽക്കാലമുണ്ട്. ഈ പ്രാർത്ഥനയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ഈ തിരുവചനം ഇങ്ങനെ പറയുന്നു, The God will guard your hearts and your minds in Christ Jesus. യേശു ക്രിസ്തുവിങ്കൽ എന്നെ സൂക്ഷിക്കും, എന്റെ പ്രാണനെ സൂക്ഷിക്കും, എന്റെ വഴികളെ സൂക്ഷിക്കും, എന്റെ മുന്നോട്ടുള്ള ഗമനത്തെ സൂക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഞങ്ങളോട് ഒരുമിച്ച് ചേർന്ന് പാടിയാട്ടെ. യേശു എന്റെ പ്രാണന് രക്ഷയാണ്, യേശുവിന്റെ രക്തം എന്റെ ഭവനത്തിന് മുദ്രയാണ്. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ എവിടെയാണെങ്കിലും ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ നിങ്ങളെ കവർ ചെയ്യപ്പെടുകയാണ്. യേശുവിന്റെ മഹത്വ സാന്നിധ്യം നിങ്ങളുടെ ഭവനാന്തരീക്ഷങ്ങളുടെ മേൽ കവർ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ചേർന്ന് പണിയാട്ടെ. രോഗങ്ങൾ, കഷ്ടങ്ങൾ, വിവിധ ഭയങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നെ തകർക്കുകയില്ല. യേശു എനിക്ക് രക്ഷയായി, അഭയമായി എന്നോട് കൂടെയുണ്ട്. ചേർന്ന് കരങ്ങൾ തട്ടി ദൈവസന്നിധിയിൽ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിൻ നാമം പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എന്നീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം
യേശുവിൻ നാമം പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര യേശുവിൻ നാമം പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം